ആ വൈദ്യരെ നമസ്കാരമുണ്ടേ. ഇതെന്താ വൈദ്യരെ പാണലാണല്ലോ, ഞങ്ങളൊക്കെ പാണലെന്നാണ് പറയുന്നത്. പാണൽ തന്നെയാണോ വൈദ്യരെ? അല്ലേ, അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ആഹാ. ഇത് വൈദ്യരെ എന്തിനാണ് വൈദ്യരെ ഇത് ഉപയോഗിക്കുന്നത്? ഇപ്പം ഇതെന്തിനാണ് ഇത് കളക്ട് ചെയ്യുന്നത്? ഇത് ഇപ്പോൾ കൊണ്ടുവന്നാൽ തമിഴ്നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഷുഗറിനോട് ബന്ധപ്പെട്ട് ഞാനിത് പറിക്കുന്നതാണ്. ഇത് അവർക്ക് അവിടെ എത്തിക്കാൻ വേണ്ടി. അതെ അല്ലേ. ഇത് മാത്രം മതിയോ, അതോ എങ്ങനെ? ഇതിൻ്റെ ഒരു 3 കൂട്ടം മരുന്ന് വേറെ ചേരുന്നുണ്ട്. ആഹാ. ആ, അപ്പോൾ ഒന്ന് പാണൽ, പിന്നെ 2 കൂട്ടം കൂടികളല്ലേ? 2 കൂട്ടം വേറെ ഉണ്ട്. അത് വെളിപ്പെടുത്തില്ല. അതെന്താ വൈദ്യരെ? അതെന്താ പറയുക, നമ്മളെ ബാക്കി പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ ഒരു നേരത്തെ അന്നത്തിൻ്റെ പണിയല്ല അവർ പഠിക്കുന്നത്. അന്നേരം നമ്മളിത് കാര്യങ്ങൾ രഹസ്യങ്ങൾ പുറത്തിറക്കിയാൽ ഓട്ടോമാറ്റിക്കായി പിന്നെ അവർക്ക് കിട്ടുന്ന ഒരു നേരത്തെ അരി പണിക്കാനുള്ള ഒരു വകുപ്പ് അവരുടെ കയ്യിൽ നഷ്ടപ്പെടല്ലോ. ഒരു കരുതൽ. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യത്തിന് ഇതിനോട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ കൂട്ട് ഒരു വൈദ്യന്മാരും വെളിപ്പെടുത്താൻ വേണ്ടി നിൽക്കില്ല. അതെ അല്ലേ. ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ശേഖരിക്കുക പറയുമ്പോൾ തന്നെ ഭയങ്കര റിസ്ക് ആണല്ലോ. ഈ കാട്, മുള്ളുകൾ, അതൊക്കെ ഭയങ്കര ശ്രദ്ധ വേണ്ട. കാരണം നോക്കി അദ്ദേഹം പറിക്കുന്നുണ്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടാ. ഇവരെല്ലാം വൈദ്യം പഠിക്കുന്നവരാണോ? ഒരു 7-8 കൊല്ലമായി എൻ്റെ കൂടെ ഫീൽഡിൽ തന്നെ ഉണ്ട്. അതെ അല്ലേ. അപ്പോൾ എന്നാലും ഞാൻ ഒന്നും കൂടെ ചോദിക്കാം, നമുക്കൊന്ന് ഇതിൻ്റെ ബാക്കി കൂട്ടും കൂടെ പറഞ്ഞു കൊടുത്തൂടെ? ഇപ്പോൾ ഞാൻ എൻ്റെ കാലശേഷം ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, അന്നേരം ഇപ്പോൾ ഡോക്ടർമാരുടെ കൈ കിടക്കുന്ന ഒരു കാര്യങ്ങൾ ഡോക്ടർമാർ ഒരു കാരണവശാലും വെളിപ്പെടുത്താൻ നിൽക്കില്ല. അങ്ങനെയാണല്ലേ. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. അന്നേരം ഒരാളിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആയിരിക്കുന്ന തനത് എന്താണോ പഠിച്ചിരിക്കുന്നത് അതിൻ്റെ ആ കാര്യങ്ങൾ അത് അവരിൽ നിന്ന് മേടിച്ചെടുക്കണം. അല്ലാതെ ഇപ്പോൾ നമ്മളിത് കഴിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കഴിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് ഷുഗർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ ഷുഗർ പെട്ടെന്ന് ഫുൾ ഇറങ്ങിപ്പോയാൽ ആൾ തട്ടിപ്പോവും. അങ്ങനെയുള്ള വിഷയങ്ങൾ. അന്നേരം ഇത് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ അതേ രീതി കൈകാര്യം ചെയ്തിട്ട് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ മാറ്റങ്ങളുണ്ട്. ഇത് വൈദ്യരാപ്പളെ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? എങ്ങനെ ഇതിൻ്റെ വിശദ വിവരങ്ങളൊന്ന് വെളിപ്പെടുത്താൻ പറ്റുമോ? ഇത് ഫുള്ളായിട്ട് വെളിപ്പെടുത്തൂല. അല്ല, അങ്ങനെ ഈ ഉപയോഗിച്ച് മരുന്നാക്കി കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന വിധം. ഇത് എന്ന് പറഞ്ഞാൽ 3 കഷ്ണം ഒരു ഗുളിക രീതിയിൽ കട്ടാക്കുക. ഒരു റൗണ്ടായിട്ടാണ് കട്ടാക്കുന്നത്, ഒരു ഗുളികയുടെ വലുപ്പത്തിൽ. ഇലയാണോ? അല്ലല്ലോ. അല്ല, അടിഭാഗം കട്ടാക്കിയിട്ട് വേരുൾപ്പെടെ നല്ല കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം പിന്നെ തിളപ്പിച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളമാക്കണം. എന്നിട്ട് വൈകുന്നേരം ഉറങ്ങാൻ നേരത്ത് അതെടുത്ത് കഴിക്കുക. അതെ അല്ലേ. അപ്പം ഇതിന് മറ്റു പാർശ്വഫലങ്ങളോ കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല, ശാരീരികമായ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ, നല്ല കാര്യം. കൂടുതൽ വിവരങ്ങളുമായിട്ട് ഇനി എന്തെങ്കിലും വിവരങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ വരും, സഹകരിക്കണം.